ഈ പോസ്റ്റൽ കറക്ഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓരോരുത്തരുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചിട്ടും ലൈഫിലുള്ള ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ടും ഡെയിലി റുട്ടീൻ അനുസരിച്ചിട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഹോട്ടലിലത്തെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു റിസപ്ഷനിൽ ഓണറാണ്, കൊല്ലങ്ങളായിട്ട് അത് തന്നെയാണ് അവിടെ ഇരിക്കുന്ന കാഷ്യർ ആയിട്ട് ഇരിക്കുക. പക്ഷെ ആളുടെ ചെയർ എന്ന് പറയുന്നത് സാധാ ഒരു സ്റ്റൂളാണ്, ബാക്കില് ചുമരാണ്, ചാരി 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 ആ രണ്ട് സൈഡിലും ബ്ലാക്ക് കളറാണ്. അതേപോലെ തന്നെ എൻ്റെ നാട്ടിലൊരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന എനിക്ക് അറിയുന്ന ഒരു ചേട്ടനുണ്ട്. കുറെ കൊല്ലങ്ങളായിട്ട് ആളൊരു ഹൈറ്റ് കുറവാണ്. അപ്പൊ ഹൈ റേസ്ഡ് ചെയറിൽ കുറെ നാളായിട്ട് ഇരിക്കും, തറയിൽ കാല് മുട്ടില്ല. കൊല്ലങ്ങളായിട്ട് അതിന് മാത്രമേ ഉള്ളൂ. കാലത്ത് വരുന്നു, മെഡിക്കൽ ഷോപ്പിൽ കയറുന്നു, ഈ ബില്ലിങ് കാര്യങ്ങൾ ഈവനിങ് ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കും പോകുന്നുണ്ടാവുക. ആളിനെ ഞാൻ കുറച്ച് നാൾ മുന്നേ കണ്ടപ്പോൾ ബോത്ത് ദ ഹിപ്സ് നെക്രോസിസ് സംഭവിച്ചിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ എന്തുകൊണ്ട് അത് വന്നത് ചോദിച്ചു പഠിച്ചു വരുമ്പോഴാണ് ആൾ പറയുന്നത് മൂവ്മെന്റ്സ് കുറവാണ്. പോസ്റ്റൽ കറക്ഷൻസിൽ വൺ ഓഫ് ദ ഏരിയ ആണ് ദാറ്റ് യു ഹാവ് ടു ബി ഫങ്ഷണലി ആക്റ്റീവ്. ഇല്ലെങ്കിൽ അതിനെ ദ്രവിച്ചു തുടങ്ങും. ഓരോ പ്രൊഫഷൻ അനുസരിച്ചിട്ടും ആ പ്രൊഫഷനോട് ബേസ് ചെയ്തിട്ടുള്ള അവരുടെ വർക്ക് സ്റ്റേഷൻ അനുസരിച്ചിട്ടും അവരുടെ ഡെയിലി റുട്ടീൻ അനുസരിച്ചിട്ടും മാറും. പോസ്റ്റൽ പ്രോബ്ലം ഉണ്ടെന്നുള്ളത് അവെയർ ആവാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത് ഉള്ളവര് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണ ആഗ്രഹമുള്ളവര് അല്ലെങ്കിൽ ഒന്ന് എക്സാമിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വി വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു സെൻഡ് യു PDF വാട്ട് വി ഹാവ് ഡൺ. പക്ഷേ അഗെയിൻ it will all depend on people to people.